Ram, can you hear me? Yeah, ma'am. Okay. Ram, you can choose the medium for the interview in English or Malayalam. Ma'am, I'm okay with both languages. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം മലയാളം. Okay, Ram. എങ്കിൽ നമുക്ക് മലയാളത്തിൽ തുടരാം. Okay, ma'am. 15 ചോദ്യങ്ങൾക്കാണ് റാം ഉത്തരം നൽകേണ്ടത്. അതിന് കമ്പനി അനുവദിച്ചിരിക്കുന്ന ടൈം 15 മിനിറ്റ് മാത്രം. ചോദ്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഞാൻ ആവർത്തിക്കാം. പക്ഷേ കറക്റ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ 12 ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തന്നിരിക്കണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. യെസ് മാം. ചില ചോദ്യങ്ങൾക്ക് അഗെയിൻ ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡ് എന്നിങ്ങനെ. അത്തരം പ്രത്യേക ചോദ്യങ്ങൾക്ക് മുൻപ് മാത്രമേ അത് തുറന്നു പറയൂ. തെറ്റായ ഉത്തരങ്ങളുടെ ശരി അറിയണമെങ്കിൽ റാമിനത് തുറന്നു ചോദിക്കാം. പക്ഷെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമയമായിരിക്കും. യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ റാം കൃത്യം 15 മിനിറ്റും ഫോണിൽ ഉണ്ടായിരിക്കണം. മറ്റു കോളുകൾ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ ഞാൻ വീണ്ടും വിളിക്കും. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു മാം. Hello, Ram. Yes, ma'am. Your time starts now. Okay, ma'am. റാം ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ ഉദ്യോഗാർത്ഥിയായി ഞാൻ വരികയാണെങ്കിൽ റാം എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? മാം, ഞാൻ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന പോലെ സംസാരിച്ചോട്ടെ? യെസ് റാം, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. താങ്ക് യു മാം. മിസ് മീര, ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി. ഇറ്റ്സ് ഗുഡ്. അറ്റൻഡ് ചെയ്ത എക്സാമിനേഷൻ എല്ലാം 90% അബവ് സ്കോർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമായി. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഈ കമ്പനി തിരഞ്ഞെടുത്തതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് ഗ്രോയിങ് നൗ. ഇപ്പോൾ HR എക്സിക്യൂട്ടീവായി ജോയിൻ ചെയ്ത മീര ഇൻ ഫ്യൂച്ചർ HR മാനേജറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ കമ്പനിയുടെ എല്ലാവിധ റിക്രൂട്ട്മെന്റുകളും മീരയായിരിക്കും ചെയ്യേണ്ടി വരിക. റൈറ്റ് മീര? യെസ്. അങ്ങനെയെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുമ്പോൾ മീരയ്ക്ക് മുന്നിൽ വരുന്ന MBA-കാരനോട് മീര ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? മാഡം, ഇതായിരിക്കും എന്റെ ആദ്യത്തെ ചോദ്യം. വെരി ഗുഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റാം ഇപ്പോൾ നിൽക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ്. അവിടെ നിന്ന് 100 മീറ്റർ ഇടത്തേക്ക് മാറിയതിനു ശേഷം 180 ഡിഗ്രി തിരിഞ്ഞ് 200 മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു. അതിനുശേഷം 100 മീറ്റർ ഇടത്തേക്ക് മാറി വലത്തേക്ക് തിരിഞ്ഞ് 300 മീറ്റർ മുന്നോട്ട് നടന്നു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 100 മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു. അങ്ങനെയെങ്കിൽ റാം ഏത് ദിക്കിലേക്കാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത്? സോറി മാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ റാം, തേർഡ് ക്വസ്റ്റ്യൻ. ഒരു കാറിന്റെ നമ്പറിന്റെ ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന അക്കം. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കം സെയിം ആണ്. ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന 2 അക്കങ്ങൾ. അങ്ങനെയെങ്കിൽ കാറിന്റെ നമ്പർ എത്ര? It's 4998, ma'am. You are right. Next question. യാഹൂ എന്ന വാക്കിന്റെ മലയാളം മീനിങ്? റാം, are you there? Yes, ma'am. I'm here. മനുഷ്യമൃഗം. യെസ്. മീര എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോർമൽ ആകുന്നത്? ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. സാറിന് അറിയാലോ, കഴിഞ്ഞ 3 വർഷമായി HR സീനിയർ എക്സിക്യൂട്ടീവായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. വേക്കന്റ് ആയി കിടക്കുന്ന HR മാനേജർ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ വിളിച്ചതായി ഞാൻ അറിഞ്ഞു. ഒരുപാട് ആപ്ലിക്കൻസും വന്നിട്ടുണ്ട്. ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഒരു റെക്കമെൻഡേഷൻ കൂടി ഉണ്ടെങ്കിൽ
I'll get the post. It would be a great help for me. ഓഫ് കോഴ്സ് ഐ ക്യാൻ. ഞാനങ്ങനെ ചെയ്താൽ, അഥവാ ഞാനങ്ങനെ ചെയ്തു എന്ന് തന്നെ മീര വിചാരിച്ചോളൂ. വാട്ട് ഈസ് മൈ പ്രോഫിറ്റ്? What do you mean? ഐ മീൻ, എനിക്കെന്ത് തരും? No thanks. ഞാൻ MD കണ്ടോളാം. Good morning, sir. മോർണിംഗ്. I can't do it, Meera. I know you are qualified and experienced, but കമ്പനിയുടെ റൂൾസ് ഒന്നും ഞാനായിട്ട് വയലേറ്റ് ചെയ്യില്ല. മീരയ്ക്ക് അറിയാലോ, അച്ഛന്റെ മരണത്തിന് ശേഷം ഞാൻ ഈ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. അതിനിടയിൽ കമ്പനി ഇത്ര അധികം വളർന്നെങ്കിൽ അതിന്റെ കാരണം കമ്പനിയുടെ മിഷനും വിഷനും തന്നെയാണ്. Ma'am, in this situation, Why you are saying like this, Meera? മീരയുടെ ഫാമിലി സിറ്റുവേഷൻസ് നോക്കി എനിക്ക് ഈ കമ്പനി റൺ ചെയ്യാൻ പറ്റുമോ? You can attend the interview. That's all. Anything else? no ma'am. Meera, 1 second. Yes ma'am. I can do one thing for you, Meera. നാളെ ഞാനൊരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഫോർ എ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. വൺ മിസ്റ്റർ റാം, എ വെൽ ക്വാളിഫൈഡ് യങ് ഗൈ. ആ ഇന്റർവ്യൂ നാളെ മീരയ്ക്ക് അറ്റൻഡ് ചെയ്യാവോ? You mean ഐ മീൻ, നാളെ ഇന്റർവ്യൂ ടൈം, അതായത് 15 മിനിറ്റ്. മീര കമ്പനിയുടെ MD ആവണം. യു മസ്റ്റ് ബി ദ MD ഓഫ് ദ കമ്പനി. നാളത്തെ 15 മിനിറ്റ് മീരയ്ക്ക് കൂടെയുള്ള ഇന്റർവ്യൂ ആയിരിക്കും ഫോർ HR മാനേജർ. ഓക്കെ? Come on, Meera. Say yes or no. yes, I will. Thank you ma'am. Thanks a lot. Good. GM-നെ പോയി കണ്ടോളൂ. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് GM തരും. Ma'am, അത് Yeah, I can understand. അച്ഛൻ എളുപ്പം മുതലുള്ള സീനിയർ സ്റ്റാഫാ ഗോപകുമാർ. പലതും അറിയുന്നുണ്ടെങ്കിലും തൽക്കാലം കണ്ടില്ല എന്ന് വെക്കുക. മീര ചെന്നോളൂ. ഡോണ്ട് വറി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. yes ma'am. Thank you. എക്സ്ക്യൂസ് മീ മീര. ശ്രുതി വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാം മലേഷ്യ. ഒന്ന് പോ സാറേ. Excuse me. May I? ഓക്കെ, see you. ഞാൻ ഈവനിങ് വിളിക്കാം. Bye. Take your seat. No sir. മാഡം വിളിച്ചിരുന്നില്ലേ? ക്വസ്റ്റ്യൻസ് തന്നായിരുന്നെങ്കിൽ പ്രിപ്പയർ ചെയ്യായിരുന്നു. Oh, yes, 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 yes. Here is it. കുറെ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ 15 മീര തന്നെ സെലക്ട് ചെയ്തോളൂ. Sure sir. മോർണിംഗ് 10 o'clock ഇന്റർവ്യൂ. വൺ തിങ്, ഇന്റർവ്യൂവിന് മുന്നേ മീര സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നെ ഒന്ന് കാണിക്കണം. ഓക്കെ? Yes sir. മീര, ഓൾ ദ ബെസ്റ്റ്. Thank you. കൊള്ളാം. വെരി ഗുഡ് സെലക്ഷൻസ്. Sir, 15 നിന്നും 5 ക്വസ്റ്റ്യൻസ് നമുക്ക് മാറ്റണം. അതെങ്ങനെ? ഐ ക്യാൻ ഹെൽപ്പ് യു. സർ, ഇത് 2 ക്വസ്റ്റ്യൻസേ ആയുള്ളൂ. ബാലൻസ് 3. ഓ, ബാലൻസ് 3. അത് മീര ഉണ്ടാക്കണം.
ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെയാ സർ 3 ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കണം. അത് മാത്രം പോരാ മീര, അതവൻ ഒരിക്കലും ഉത്തരം തരാൻ സാധിക്കാത്തതുമാവണം. പക്ഷേ ഞാൻ തന്ന 2 ചോദ്യങ്ങൾക്കും തെറ്റാണെങ്കിൽ കൂടി ഹി മസ്റ്റ് ആൻസർ. സർ അതെങ്ങനെ ശരിയാവും? ആൻസർ പറയാതെ അയാൾ നെക്സ്റ്റ് പറഞ്ഞാലോ? അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കേണ്ടത്. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി മീര. മേക്ക് ഹിം ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. ഞാൻ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം പറഞ്ഞാലോ? Of course, you fail in this game, Meera.